ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. ദ്രൗപദി ദർശം ഭാഗം 9. രചന ഫൗസിയ നൗഷാദ്. വർക്കിനിടയിൽ ദർശനെന്തോ അസ്വസ്ഥത തോന്നി. അവൻ വേഗം ആഷിയെ വിളിച്ചു. ദർശിൻ്റെ മുഖം വല്ലാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആഷിക്ക് ഭയം തോന്നി. കുറച്ചു നാളുകളായി അവൻ ഇങ്ങനെയാണ്. ചില പ്രത്യേക സമയങ്ങളിൽ അവൻ ആകെ സമനില തെറ്റിയതുപോലെയാണ്. അതിന് കാരണവും അവനറിയാം. ദർശ്, എന്താടാ, എന്തു പറ്റി? അവൻ്റെ മുഖത്തേക്ക് നോക്കി ആഷി ചോദിച്ചു. അറിയില്ലടാ, എന്തോ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു. അവൻ മുഖം വെട്ടിച്ചു. എന്തൊക്കെയോ കുറേ ചിന്തകൾ അവൻ്റെ മനസ്സിൽ മിന്നിമറയുന്നു. കാറിലിരുന്ന് വീർപ്പ് മുട്ടുന്നത് പോലെയും കാർ ആക്സിഡൻ്റ് ആവുന്നതും ആയ കുറേ ദൃശ്യങ്ങൾ അവൻ്റെ മനസ്സിനെ അസ്വസ്ഥമാക്കി. ദേ നോക്ക്, വെറുതെ ഓരോന്ന് ആലോചിക്കല്ലേ എടാ. അവൻ വിളിച്ചെങ്കിലും ദർശ് സ്വബോധത്തിലായിരുന്നില്ല. ദർശ്. പെട്ടെന്നാരോ ഡോറിൽ തട്ടി. ഷൈമ ആണ്. ദർശിനെ വിട്ട് ആഷിമെല്ലെ ഡോർ അല്പം തുറന്ന് തല പുറത്തേക്കിട്ടു. എന്താ ഷൈമ, എന്താ കാര്യം? അല്പം പരുഷമായി അവൻ ചോദിച്ചു. ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാനായിരുന്നു സാർ. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊടുത്തോളാം, താൻ പൊക്കോ. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി അവളെ പറഞ്ഞു വിട്ട ശേഷം അവൻ്റെ അടുത്തേക്ക് വന്നു. എന്നാ നീ വാ, ഞാൻ വീട്ടിലേക്കാക്കാം. വേണ്ട ആഷി, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആം ഓക്കെ. ഉറപ്പാണോ? യെസ്. ശരി, എന്തുണ്ടെങ്കിലും വേഗം വിളിക്കണേ എന്നെ. ഓക്കേടാ. അവൻ ക്യാബിനിലേക്ക് മടങ്ങിപ്പോയി. ദർശ് നെടുവേർപ്പെട്ടു. കുറേയേറെ നാളുകളായി ഉണ്ടാവുന്ന പ്രശ്നം. ചില സമയങ്ങളിൽ സമനില തെറ്റുന്നു. ചുറ്റും ആരുമില്ലാത്തപ്പോഴാണ് അങ്ങനെ വരുന്നതെങ്കിൽ അവസാനം ബോധം മറയുന്നു. മനസ്സ് നിറയെ എന്തൊക്കെയോ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നു. കാർ ആക്സിഡൻറ്റ്, ഇതൊക്കെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാവും സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ അച്ഛൻ സമ്മതിക്കാത്തത്? ചിലപ്പോൾ ദർശ് മഹാദേവ് മെൻ്റലി പ്രോബ്ലംസ് ഉള്ള ആളാണെന്ന് പുറം ലോകം അറിഞ്ഞാൽ അത് കമ്പനിക്കും തനിക്കും ഒരുപോലെ നാണക്കേടുണ്ടാവുന്നത് കൊണ്ടാവും. എന്നാലും കുറേ നാൾ ഇല്ലാതിരുന്ന ഈ അസുഖം വീണ്ടും വരാൻ കാരണമെന്താവും? അവനൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അസ്വസ്ഥനായിരിക്കുമ്പോഴാണ് ദ്രൗപദി വരുന്നത്. മേ കമിൻ ദർശ്? അവൾ ഓർക്കാതെ വിളിച്ചു ചോദിച്ചു. യെസ്, കമിൻ. അവൾ അകത്തേക്ക് കയറിയതും വല്ലാതെ ഇരിക്കുന്നവൻ്റെ മുഖം ശ്രദ്ധിച്ചു. ദ്രൗപദി, ദർശ് എന്നൊക്കെ വീട്ടിൽ വിളിച്ചാൽ മതി. ഇവിടെ കോൾ മീ സർ ഓർ ബോസ്. ഓക്കെ? ഓക്കെ സാർ, അവൾ തലകുനിച്ച് പറഞ്ഞു. ഇനി പറയൂ, എന്താ കാര്യം? ഈ ഫയൽ സൈൻ ചെയ്യാൻ. താൻ എന്തിനാ ഇങ്ങനെ നാണിക്കുന്നത്? തനിക്കെന്താ ബോൾഡായി സംസാരിക്കാൻ അറിയില്ലേ? ഇത്ര നേരമായിട്ടും ഏൽപ്പിച്ച ജോലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെയായാൽ എങ്ങനെയാ? ഒരു ഡിസിപ്ലിനും ഇല്ലേ തനിക്ക്? അവൻ്റെ അത്ര ദേഷ്യത്തോടെയുള്ള പെരുമാറ്റം കണ്ട് അവളൊന്ന് ഭയന്നു. അവളുടെ കണ്ണ് കലങ്ങി. അപ്പോഴാണ് താനെന്താ ചെയ്തതെന്ന ബോധം ദർശനുണ്ടായത്. ഗെറ്റ് ഔട്ട്. അവൻ മുഖം തിരിച്ചു പറഞ്ഞതും അവൾ തലകുനിച്ചിറങ്ങിപ്പോയി. അവളെ സംബന്ധിച്ച് അവൻ്റെ ആ പെരുമാറ്റം ശരിക്കും വിഷമം ഉണ്ടാക്കി. വല്ലാത്തൊരു കുറ്റബോധം ദർശനും തോന്നി. വേണ്ടായിരുന്നു, ഫസ്റ്റ് ടൈം അല്ലേ. ഉച്ചയ്ക്ക് ആഷി വന്ന് അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. എടോ വാ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ വരുന്നില്ല ഏട്ടാ. അതെന്താ? വന്നേ. എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാ. തൻ്റെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നേ? താൻ കരഞ്ഞോ? ഓ, ദർശ് നേരത്തെ ചൂടായത് തന്നോടാണല്ലേ. അത് കാര്യമാക്കണ്ട, താൻ വന്നേ, ഞാൻ പറയട്ടെ. ആശയുടെ നിർബന്ധം കൊണ്ട് അവൾ ഒപ്പം ഇറങ്ങി. ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോൾ അവൻ അവളോട് സംസാരിച്ചു. ഞാൻ ദ്രൗപദിയോട് മാത്രമായിട്ട് ഒരു കാര്യം പറഞ്ഞു തരാം. എന്താണെന്ന അർത്ഥത്തിൽ അവൾ അവനെ നോക്കി. താൻ ഈ കാണുന്നതല്ലടോ ദർശ്. അവൻ കുറേ മാറിപ്പോയി. അവന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്നും പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അവനെ കുറേ നാളുകൾ കൊണ്ട് കാണുന്നതല്ലേ ഞാൻ. അവൻ തന്നോട് ദേഷ്യമുണ്ടായിട്ടല്ല അങ്ങനെയൊക്കെ പറഞ്ഞത്. അവൻ കുറച്ചു മുന്നേ മെൻ്റലി ഡൗൺ ആയിരുന്നു. ഞാൻ ഓക്കെ ആക്കി കുറച്ചു കഴിഞ്ഞപ്പോഴാ താൻ ചെല്ലുന്നത്. അവനതിൻ്റെ ഹാങ് ഓവറിലായിരുന്നു. സാരമില്ല ഏട്ടാ, എനിക്ക് മനസ്സിലാവും. അവനൊരു പാവാടോ. ഇപ്പോൾ ഇതൊക്കെ എന്തിനാ തന്നോട് പറയുന്നതെന്ന് തോന്നും. കാരണമുണ്ട്. അവനൊരു പെൺകുട്ടിക്കും തനിക്ക് തരുന്ന സംരക്ഷണമോ സ്നേഹമോ കൊടുത്തിട്ടില്ല. എന്തിനേറെ പറയുന്നു, ഒരു പെൺകുട്ടിയോട് അവൻ പരിധി വിട്ട് പെരുമാറിയിട്ടില്ല. അന്ന് നിങ്ങളുടെ ഇടയ്ക്ക് സംഭവിച്ചതൊക്കെ എനിക്കറിയാം. അതിന് അവന് നല്ല കുറ്റബോധമുണ്ട്. ഞാൻ കണ്ടതിൽ തന്നോട് അവനെന്തോ പ്രത്യേക അടുപ്പമുണ്ട്. ദ്രൗപദി ഞെട്ടലോടെ ആഷിയെ നോക്കി. അതൊരു പ്രണയമാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരടുപ്പം, അത്രേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അവനത് തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലാതെ അവന് തന്നോട് ദേഷ്യമൊന്നുമില്ല. വെറുതെ അത് ഓർത്തിരിക്കേണ്ട കേട്ടോ, അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അവർ രണ്ടാളും ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോഴാണ് ദർശ് അവിടേക്ക് വരുന്നത്. അവൻ ദേഷ്യത്തിലായിരുന്നു. നീ എന്താ ഇവിടെ? ആഷിയോടായി അവൻ ചോദിച്ചു. അതെന്ത് ചോദ്യമാടാ, പിന്നെ എവിടേക്കാ പോകണ്ടേ?
അല്ല, നിനക്കുള്ള ഫുഡ് അമ്മ തന്നു വിട്ടിട്ടുണ്ട്, ദർശ് പറഞ്ഞു. അത് സാരമില്ലടാ, ഇന്ന് ദ്രൗപദിക്കൊരു കൂട്ടാവട്ടെ എന്ന് കരുതി. അതിനിപ്പോൾ എന്താ, നീ വാ, ദ്രൗപദി താനും വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. അവർ മൂവരും മേശയ്ക്ക് വട്ടമിട്ടിരുന്നു. ദർശിന് ദ്രൗപദിയോട് ചൂടായത് അല്പം അധികമായെന്ന് തോന്നി. അവൻ അവളെ നോക്കാൻ ഒരു മടി തോന്നി. എടോ, തൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അശ്വിക് അവളുടെ മൂഡ് ശരിയാക്കാൻ വേണ്ടി ചോദിച്ചു. വീട്ടിൽ അമ്മ, രണ്ടാനച്ഛൻ, അനിയത്തി. താൻ വീട്ടിൽ പോവാറില്ലേ? ഇല്ല, പ്ലീസ് ഏട്ടാ, ഈ വക കാര്യങ്ങൾ എന്നോട് ചോദിക്കല്ലേ. ഞാൻ ഒരിക്കലും ഇതൊന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ഐ ആം സോറി. അല്ലടോ, തന്നെ വീട്ടിലെല്ലാവരും എന്താ വിളിക്കുക? ഈ പേര് ഭയങ്കര പാടാണതോ വിളിക്കാൻ. അത് കേട്ട് അവളൊന്ന് ചിരിച്ചു. ശിവ. ഏട്ടൻ എന്നെ അങ്ങനെ വിളിച്ചോ? ശിവ ഒരു ബന്ധവും ഇല്ലാത്ത പേരാണല്ലോ. അതെ, എന്നാലും എന്നെ എല്ലാവരും അങ്ങനെ വിളിക്കാം. ഓക്കെ. ഇതൊക്കെ കേട്ടിട്ടും ദർശു മിണ്ടിയില്ല. അവൻ ഭക്ഷണം കഴിക്കുന്നതും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇവൻ എന്താ ഇങ്ങനെ? എന്താടാ ദർശ, നീ ഇങ്ങനെ ഇരുന്നാ എങ്ങനെ ശരിയാവും? ആശി ഗൗരവത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, ടൈം ആയി, ഞാൻ പോട്ടെ. ദർശ് എഴുന്നേറ്റ് നടന്നു. പുറകെ അവർ രണ്ടാളും എഴുന്നേറ്റു. ദർശിന്റെ കൂടെയാണ് ദ്രൗപദി വീട്ടിലേക്ക് വരുന്നത്. അവൻ അവളോട് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അവളെന്തോ ചെയ്ത പോലെയാണ് അവന്റെ പെരുമാറ്റം. അവൾക്കെന്തോ വല്ലാത്ത വിഷമം തോന്നി. രണ്ടാളും അവരവരുടെ മുറിയിലേക്ക് പോയി. കുറച്ചുനേരം കഴിഞ്ഞതും ദ്രൗപദി അസ്വസ്ഥതയോടെ ഹാളിലേക്ക് വന്നു. ദർശ് ലാപ്ടോപ്പിൽ എന്തോ വർക്ക് ചെയ്യുകയായിരുന്നു. അവൾ കുറച്ചുനേരം മൗനം പാലിച്ചു. പിന്നെ അവനെ വിളിച്ചു. ദർശ്. അവളുടെ വിളി കേട്ടിട്ടും തല ഉയർത്താതെ അവനൊന്ന് മൂളി. ദർശ്, എന്താ തൻ്റെ പ്രശ്നം? തനിക്ക് ഉച്ചയ്ക്കത്തെ ദേഷ്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണല്ലോ തൻ്റെ പെരുമാറ്റം. തനിക്കിഷ്ടമില്ലെങ്കിൽ ഞാൻ പോയേക്കാം, അവൾ നിറമിഴികളോടെ പറഞ്ഞു. അവൻ തല ഉയർത്തി നോക്കി. ഐ ആം സോറി, വേണമെന്ന് വെച്ചിട്ടല്ല, ബട്ട് എന്തോ എൻ്റെ മൈൻഡ് ഓക്കെ അല്ല. കുറച്ച് നാളുകളായി ഇങ്ങനെയാണ്. സാരമില്ലടോ, തൻ്റെ അവഗണന ഞാൻ തനിക്കൊരു ശല്യമാണെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. വിഷമിക്കണ്ട, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ചു കഴിഞ്ഞ് വീട്ടിലേക്ക് പോവും. തന്നെ ഒറ്റയ്ക്കാക്കി പോവാനും പറ്റില്ല. പക്ഷേ എനിക്ക് പോയേ പറ്റൂ. എപ്പോഴും ഇവിടെ ഇരുന്നാൽ അവർക്ക് സംശയം തോന്നും. ദർശത് പറഞ്ഞപ്പോൾ ദ്രൗപദിയുടെ മുഖത്ത് വല്ലാത്തൊരു ഭയം ഉണ്ടായി. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അവൻ തുടർന്നു. താൻ പേടിക്കേണ്ട, ആശി വരും. ഇന്ന് അവനിവിടെ ഉണ്ടാവും. അല്ല, ഞാനിവിടെ. അവനെ വിശ്വസിക്കാം. തനിക്കൊരു കുഴപ്പവും വരില്ല. എനിക്കവനെ നല്ല പോലെ അറിയാം. പിന്നെ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി കേട്ടോ. അവൾ തലയാട്ടി. ദർശ് ലാപ്ടോപ്പ് ഷട്ട് ഓഫ് ചെയ്ത് പോവാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയതും അശ്വിക് കയറി വന്നു. റെഡ് ടീഷർട്ടും ജീൻസും ആയിരുന്നു അവൻ്റെ വേഷം. ആ വേഷത്തിൽ അവൻ്റെ ഭംഗി ഒന്നുകൂടെ എടുത്തെറിഞ്ഞു. അളിയ. ആശി ഓടി വന്ന് ദർശിൻ്റെ പുറത്തൊരിടി. ദർശ് ഓർക്കാപ്പുറത്ത് ഏറ്റ അടിയിൽ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. സ്വബോധം വീണ ശേഷം ആശിയെ സൂക്ഷിച്ചു നോക്കിയതും അവൻ ചമ്മലോടെ ഇളിച്ചു. അത് പിന്നെ ഞാൻ അറിയാതെ. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട നീ. നിനക്ക് ഈയിടെ മനുഷ്യൻ്റെ മേലെ കൈവയ്ക്ക് കൂടിയിട്ടുണ്ട്. ഇതൊക്കെയല്ലേ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. അല്ല, മോൻ ഇത്രയും ലുക്കിൽ ആരെ പെണ്ണ് കാണാൻ പോവുകയാണാവോ? ദർശ് പുരികമുയർത്തി ആശയോട് ചോദിച്ചു. അത് പിന്നെ ഇന്നൊരു പെൺകുട്ടിക്ക് കാവലിരിക്കേണ്ടതല്ലേ, അതുകൊണ്ട് കുറച്ച് ഒരുങ്ങി വരാമെന്ന് വെച്ചു. അയ്യടാ, ഒരുങ്ങാൻ നിന്റെ കെട്ടിയോളല്ലേ ഇവള്? പുഞ്ചിരിച്ചു നിൽക്കുന്ന ദ്രൗപദിയെ നോക്കി ദർശ് പറഞ്ഞു. പറയാൻ പറ്റൂല, ഒക്കെ ഒരു വിധിയല്ലേ. ശിവ, നീ ഇതൊന്നും കേട്ട് പേടിക്കണ്ട. ദ്രൗപദിയെ നോക്കി അവനത് പറഞ്ഞതും ദർശ് അവനെ നോക്കി. അല്ല, ഏത് ശിവ? ശിവ, അതല്ലേ ദ്രൗപദിയുടെ പുതിയ പേര്. ഞാൻ അങ്ങനെയാ വിളിക്കുക. എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ പോയാൽ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. എന്താളിയാ, നീ വേഗം പോവാൻ നോക്ക്, ഞാനുണ്ട് ഇവിടെ ഇനി. ആശി അത് പറഞ്ഞ് ദ്രൗപദിയുടെ അടുത്ത് ചെന്ന് പുഞ്ചിരിയോടെ നിന്നു. ദർശന് എന്തോ പോവാൻ തോന്നിയില്ല. സ്ക്രീനിൽ അമ്മയുടെ കോള് തെളിഞ്ഞപ്പോൾ ദർശ് വേഗം അവരോട് യാത്ര പറഞ്ഞിറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോഴും അവൻ്റെ മനസ്സ് നിറയെ ദ്രൗപദിയുടെ മുഖമായിരുന്നു. എവിടെ നിന്നോ എത്തിയ പെൺകുട്ടി, എത്രയോ വഴക്കിട്ടവൾ. കണ്ടുമുട്ടിയത് തന്നെ അങ്ങനെയാണ്. പക്ഷേ ഇന്നവൾ തൻ്റെ വീട്ടിൽ, തൻ്റെ കമ്പനിയിൽ, ഇപ്പോൾ പതിയെ തൻ്റെ മനസ്സിലും ഇടം പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എന്തോ അവളോട് സംസാരിക്കാൻ തുടങ്ങിയ ശേഷം എന്തൊക്കെ മാറ്റം സംഭവിക്കുന്ന പോലെ. അവളെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? അറിയില്ല. ദൈവം എന്തെങ്കിലും കണ്ടുവെക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യില്ലല്ലോ. കാത്തിരുന്ന് കാണാം. ഇതേ സമയം ആശിയും ദ്രൗപദിയും സംസാരിച്ചിരിക്കുകയായിരുന്നു. എടോ, തനിക്ക് വിശക്കുന്നില്ലേ? ഞാൻ ഫുഡ് എടുക്കട്ടെ? ആശി ചോദിച്ചു. ഇപ്പോൾ വേണ്ടേട്ടാ, ഞാൻ പിന്നെ കഴിച്ചോളാം. പിന്നീടോ, താൻ എന്നെ ഒരു സഹോദരനായോ ഫ്രണ്ടായോ എങ്ങനെ വേണമെങ്കിലും കണ്ടോ. എനിക്കൊരു വിരോധവും ഇല്ല. എന്തിനെങ്ങനെ പേടിച്ചിരിക്കുന്നേ? ചെറുചിരിയോടെ ആശി ചോദിച്ചു. ആര് പറഞ്ഞു പേടിയുണ്ടെന്ന്? എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ നല്ല സ്ട്രോങ് ആണ്, കുസൃതിയോടെ അവൾ പറഞ്ഞു. അയ്യടി, ഭയങ്കര സ്ട്രോങ് ആണല്ലോ. അതുകൊണ്ടാവും മെനഞ്ഞാന്നാരോ ഡോറിൽ തട്ടിയെന്ന് പറഞ്ഞ് ദർശനെ വിളിച്ചത്. പേടിത്തൊണ്ടി. അവൻ കളിയാക്കി ചിരിച്ചു. അവൾ ചുണ്ടുകൂർപ്പിച്ച് അവനെ നോക്കി. നോക്കുന്ന കണ്ടില്ലേ ഉണ്ടക്കണ്ണി. നീ പോടാ, ആ കൊരങ്ങനാവുമല്ലേ വന്ന് പറഞ്ഞത്. അയ്യടി, അപ്പോൾ തമ്പുരാട്ടിക്ക് നാവുണ്ടല്ലേ? കരയാൻ മാത്രം അറിയാവുന്നേന്നാ ഞാൻ കരുതിയേ. അല്ല കേട്ടോ. അല്ല ശിവ, നിനക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ലേ?
ആശി ചോദിച്ചതും അവളൊരു നിമിഷം തൻ്റെ ഭൂതകാലത്തിലേക്ക് മനസ്സിനെ പായിച്ചു. പ്രണയം, പ്രിയപ്പെട്ടവൻ. അവൾ അറിയാതെ അവളുടെ നാവുകൾ മൊഴിഞ്ഞു. പക്ഷേ പൊടുന്നനെ അവളുടെ കണ്ണുകളിൽ ഒരു നൊമ്പര മലയടിച്ചു. എന്താടി, എന്തു പറ്റി? പ്രണയം, ചുറ്റുപാടുകൾ മറന്ന്, പരിമിതികൾ മറന്ന്, മറ്റെല്ലാം മറന്ന് രണ്ടുപേർ മനസ്സുകൊണ്ട് ഒന്നിക്കുന്ന മനോഹരമായ പ്രതിഭാസം. പ്രണയം എത്ര മനോഹരമാണെന്നോ! അത് പറയുമ്പോൾ അവൾ മറ്റേതോ ലോകത്ത് എത്തിപ്പെട്ടതുപോലെയായിരുന്നു. ആശി ആകാംക്ഷയോടെ അവളെ നോക്കി. പ്രണയിച്ചിട്ടുണ്ട് ഞാനും. പ്രണയത്തിൻ്റെ സകല വശങ്ങളും അറിഞ്ഞിട്ടുണ്ട്. സന്തോഷവും സങ്കടവും ഒക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നേ വരെ ഞാനൊരു ഒറ്റ വ്യക്തിയെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. ഒരു വ്യക്തിയെ മാത്രമേ അത്രമേൽ കൊതിച്ചിട്ടുള്ളൂ. പക്ഷേ വിധി തന്നെ ഞങ്ങളെ വേർപെടുത്തി. എന്തു സംഭവിച്ചു? ആളെവിടെ? ആശി ചോദിച്ചു. ഒന്ന് നെടുവീർപ്പിട്ട ശേഷം അവൾ തുടർന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അറിയില്ല, ഒന്നും എനിക്കറിയില്ല ഏട്ടാ. പഴയതൊന്നും ഓർക്കാൻ ഞാനിപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അത് പറഞ്ഞ് മുഖം പൊത്തി കരഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ആശി കുഴങ്ങി. ഡോ, കരയാതെ, ഞാൻ ചോദിച്ചത് തെറ്റാ. ഐ ആം സോറി. താൻ ഓർക്കണ്ട. അവനത് പറഞ്ഞതും അവൾ പതിയെ മുഖം തുടച്ചു. കുറച്ചുനേരം രണ്ടാളും മിണ്ടിയില്ല. എന്താണ് അവരുടെ ഇടയ്ക്ക് സംഭവിച്ചതെന്നും ആരാണ് അവളുടെ പ്രണയിതാവെന്നറിയാനുള്ള ആകാംക്ഷ അവൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിലും അവളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തൽക്കാലം അവനൊന്നും ചോദിച്ചില്ല. ശിവ, മൗനം ഭേദിച്ചുകൊണ്ട് ആശി വിളിച്ചു. എന്താ ഏട്ടാ? പോയി കിടന്നുറങ്ങ പെണ്ണെ. ആദ്യം ഇയാൾ പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതേ ഗൗരവത്തിൽ അവൾ പറഞ്ഞു. അയ്യടി, നീ ഉറങ്ങിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. അതാണ് ദർശിൻ്റെ ഓർഡർ. ഓ, പിന്നെ ഒരു വലിയ ബോഡി ഗാർഡ്. അതെ, ബോഡി ഗാർഡ് തന്നെയാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അവൻ എന്നെ വെച്ചേക്കില്ല. നിനക്കറിയോ, അവൻ ഈയിടെയായി എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തു മാറ്റം? എനിക്കറിയില്ല. ഒരു പുതിയ പ്രേമം ഉടലെടുക്കുന്നുണ്ടോ എന്നെനിക്കൊരു സംശയം. ഏയ്, അങ്ങനെയൊന്നുമില്ല. വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ കുരുപ്പേ. അവൾ അത് പറഞ്ഞ് മുറിയിലേക്ക് പോയതും ആശയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ദർശി വീട്ടിലെത്തിയതും ആരുടെയോ കാറ് കിടക്കുന്നത് കണ്ടു. കണ്ട മാത്രയിൽ അതാരാണെന്ന് അവന് മനസ്സിലായി. തുടരും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നന്ദി.